Friends, welcome to our channel Civil On. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാർപ്പൻട്രി ജോയിൻസ് ആണ്. LSTD ഗ്രേഡ് 3 എക്സാമിന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്യാൻ കാരണം ഇത് പലരും വിട്ടു പോകുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC എക്സാംസിന് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ കേരള PSC എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു ബേസിലുള്ള ഡിസ്കഷൻ ആയിരിക്കും. കാർപ്പൻട്രി ജോയിൻസ് ബേസിക്കലി ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അതിൽ ജസ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ അതുപോലെ തന്നെ ബേസിക് ടേംസിനെ കുറിച്ച് പഠിച്ചാൽ മതിയാകും. സോ ആ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആൻ എക്സാമ്പിൾ ഫോർ ലെങ്തനിങ് ജോയിന്റ്. ലെങ്തനിങ് ജോയിന്റ് ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിന്റ്സ് ആണെന്ന് നോക്കാം. അതിൽ ജോയിന്റ്സിനെ കാർപ്പൻട്രി ജോയിന്റ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ലെങ്തനിങ് ജോയിന്റ്സ്, വൈഡനിങ് ജോയിന്റ്സ്, ആംഗിൾ ജോയിന്റ്സ്, ഒബ്ലിക്, ഷോൾഡർ ജോയിന്റ്, ബെയറിംഗ് ജോയിന്റ്, ഫ്രെയിം ജോയിന്റ് എന്നുള്ള രീതിയിലാണ്. ലെങ്തനിങ് ജോയിന്റ് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ ഉള്ള ടൈപ്സ് ഓഫ് ലെങ്തനിങ് ജോയിന്റ്സ് ആണ് ലാപ്ഡ് ജോയിന്റ്, ഫിഷ്ഡ് ജോയിന്റ്സ്, സ്ട്രാറ്റിഫൈഡ് ഓർ സ്പ്ലൈസ്ഡ് ജോയിന്റ്, ടേബിൾ ജോയിന്റ്. അതുപോലെ വൈഡനിങ് ജോയിന്റിലുള്ളതാണ് ബട്ട്, റിബേറ്റഡ് ജോയിന്റ്, അതുപോലെ തന്നെ റിബേറ്റഡ് ആൻഡ് ഫില്ലറ്റ് ജോയിന്റ്. ഇപ്പൊ ഈ റിബേറ്റഡ് ജോയിന്റ് ഒരെണ്ണം, റിബേറ്റഡ് ആൻഡ് ഫില്ലറ്റ് ജോയിന്റ് മറ്റൊരെണ്ണമാണ്. ഞാനൊരു ബോക്സിൽ എഴുതിയെന്നുള്ളൂ. പ്ലഫ്ഡ് ആൻഡ് ടങ്ക്ഡ് ജോയിന്റ്, ടങ്ക്ഡ് ആൻഡ് ഗ്രൂഡ് ജോയിന്റ്. ഇതൊക്കെ നമ്മുടെ വൈഡനിങ് ജോയിന്റ് ആണ്. സ്പ്ലൈഡ്, ഡവൽഡ്, ഡൗടെയിൽഡ് ഒക്കെ വൈഡനിങ് ജോയിന്റ്സിൽ വരുന്നതാണ്. പിന്നെ ആംഗിൾ ജോയിന്റ്, ഒബ്ലിക് ഷോൾഡർ ജോയിന്റ്, അതിൽ ബേർഡ് മൗത്ത് ജോയിന്റ്, ഒബ്ലിക് ടെനൻ ജോയിന്റ്. ബേർഡ് മൗത്ത് ജോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം, ഇങ്ങനെ ബേർഡിന്റെ മൗത്ത് പോലെ ഇരിക്കുന്ന ഒരു ജോയിന്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ മറ്റൊരു ജോയിന്റ് ഫിക്സ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഒരു ജോയിന്റ് ഉണ്ടാകുന്നത്. പിന്നെ ഒബ്ലിക് ടെനൻ. പിന്നെ ബെയറിംഗ് ജോയിന്റിൽ വരുന്നതാണ് ഇതൊക്കെ. ഹാവൽഡ്, നോച്ച്ഡ്, കോഗ്ഡ്, ഹൗസ്ഡ്, മോർട്ടൈസ് ആൻഡ് ടെനൻ ആൻഡ് ബ്രിഡിൽ ജോയിന്റ്. ദെൻ ഫ്രെയിംഡ് ജോയിന്റിൽ തന്നെ ഫ്രെയിംഡ് ജോയിന്റ് പിന്നീടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബെയറിംഗ് ജോയിന്റിൽ തന്നെ ബെയറിംഗ് ജോയിന്റ് എന്ന് പറയുന്നത് അത് രണ്ട് ജോയിന്റ് റൈറ്റ് ആംഗിൾ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് ഈ പറയുന്ന ബെയറിംഗ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്ന ഈ റൈറ്റ് ആംഗിളിലാണ് ഈ ജോയിന്റ് ഇരിക്കുന്നതെങ്കിൽ അതാണ് അത്തരത്തിലുള്ള ജോയിന്റ്സ് ആണ് ബെയറിംഗ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന് വെച്ചാൽ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ്, ഇപ്പോ ഫിഷ്ഡ് ജോയിന്റ് ഏത് ടൈപ്പ് ഓഫ് ജോയിന്റിൽ വരുന്നതാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾക്ക് ഇത് അറ്റ്ലീസ്റ്റ് ഈ ഓരോ ടൈപ്പ് ഓഫ് ജോയിന്റ്സ് ഏതിന്റെ അണ്ടറിലാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലെങ്തനിങ് ജോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ലെങ്തനിങ് ജോയിന്റ് വളരെ അധികം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ലെങ്തനിങ് ജോയിന്റ്. അപ്പൊ അത് നമ്മൾക്ക് ഈസിലി ആലോചിക്കാൻ ഒരു ട്രിക്ക് ഇവിടെ, ഒരു കോഡ് ഞാൻ ഇവിടെ ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലാപ്പ് നോക്കി ഫിഷ് സൂപ്പ് ഉണ്ടാക്കി ടേബിളിൽ വെച്ചു എന്നുള്ളതാണ് കോഡ്. ലാപ്പ് മീൻസ് ലാപ്ഡ് എന്ന് നമുക്ക് ആലോചിക്കാം. ഫിഷ്ഡ് ജോയിന്റ് ആണ് നമുക്ക് ആലോചിക്കാം. സൂപ്പ് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് ഓർ സ്പ്ലൈസ്ഡ് ജോയിന്റ് നമ്മൾ ആലോചിക്കാം. ടേബിൾ ജോയിന്റ് ആലോചിക്കാം. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കോഡ് വെച്ച് നമുക്ക് തെറ്റിക്കാതെ എന്തായാലും കിട്ടും. സോ ഇനി ഇത് ബാക്കിയുള്ളതായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ലെങ്തനിങ് ജോയിന്റ് നമുക്ക് ഉറപ്പിച്ചു, എന്തായാലും അത് ചോദിച്ച് നമുക്ക് കിട്ടും. ഇനി വൈഡനിങ് ജോയിന്റ്സ് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഡൗടെയിൽഡ്, ഡവൽഡ് അത് രണ്ടും ഒരേപോലെ ഇരിക്കുന്നതാണ്. പിന്നെ റിബേറ്റഡ് കണക്റ്റിംഗ് ആയിട്ടുള്ള ജോയിന്റ്സ് ഒക്കെ ഈ ഒരു വൈഡനിങ് ജോയിന്റ്സിലാണ് വരുന്നത്. അതുപോലെ പ്ലഫ്ഡ് ആൻഡ് ടങ് ആ ഒരു രീതിയിലുള്ള ബട്ട് ജോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ വൈഡനിങ് ജോയിന്റ്സ് തന്നെയാണെന്ന് ഓർത്ത് വെക്കാം. ദെൻ ഈ ഓരോ ടൈംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, ആൻ എക്സാമ്പിൾ ഓഫ് ലെങ്തനിങ് ജോയിന്റ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ലെങ്തനിങ് ജോയിന്റിൽ നമുക്ക് ഇത് കണ്ടറിയാം. കോഗ്ഡ് ജോയിന്റ് ഉണ്ട്, ഹൗസ്ഡ് ജോയിന്റ് ഉണ്ട്, ബ്രിഡിൽ ജോയിന്റ് ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് ജോയിന്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഇതിൽ നമുക്ക് കണ്ടത് കോഗ്ഡ് ജോയിന്റ് മാത്രമാണ് ലെങ്തനിങ് ജോയിന്റ് അല്ലെ. ഈ ഒരു കോഗ്ഡ് ജോയിന്റ് ആണ്, ക്ഷമിക്കണം, പറഞ്ഞത് തെറ്റിപ്പോയാണ്. സ്ട്രാറ്റിഫൈഡ് ജോയിന്റ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ലെങ്തനിങ് ജോയിന്റ് എക്സാമ്പിൾ കാണുന്നത് അല്ലെ. സ്ട്രാറ്റിഫൈഡ് ജോയിന്റ് ആണല്ലോ ലെങ്തനിങ് ജോയിന്റ് എന്ന് പറയുന്നത്. കോഗ്ഡ് ജോയിന്റ് എന്ന് പറയുന്നത് ഒരു ബെയറിംഗ് ജോയിന്റ് ആണ്. അതുപോലെ മറ്റ് ജോയിന്റ്സ് എല്ലാം ഹൗസ്ഡ് ജോയിന്റ് ആയാലും ബെയറിംഗ് ജോയിന്റ് ആയാലും ഒക്കെ ഈ ഒരു ബെയറിംഗ് ജോയിന്റ് കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, സോ ആൻസർ ഫോർ ലെങ്തനിങ് ജോയിന്റ്, എക്സാമ്പിൾ ഫോർ ലെങ്തനിങ് ജോയിന്റ് ഇവിടെ തന്നിരിക്കുന്നതിൽ സ്ട്രാറ്റിഫൈഡ് ജോയിന്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ എക്സാമ്പിൾ ഓഫ് ലെങ്തനിങ് ജോയിന്റ്, ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലെങ്തനിങ് ജോയിന്റ് എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ എഴുതാം അല്ലെ. നമ്മുടെ കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ആലോചിച്ചാൽ കിട്ടും. ലാപ്പ് നോക്കി ഫിഷ് സൂപ്പ് ഉണ്ടാക്കി ടേബിൾ വെച്ചു എന്നാണ് നമ്മുടെ കോഡ്. ഫിഷ്ഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ എഴുതാം ഇറ്റ് ഈസ് എ ലെങ്തനിങ് ജോയിന്റ് എക്സാമ്പിൾ, ഫിഷ്ഡ് ജോയിന്റ് തന്നെയാണെന്ന്.
ഇനി അടുത്തത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വൈഡനിങ് ജോയിന്റ്. വൈഡനിങ് ജോയിന്റ് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ബട്ട് ജോയിന്റ്, റിബേറ്റഡ് ജോയിന്റ് ഉണ്ട്, ഡൗട്ട് ടൈൽഡ് ജോയിന്റ് ഉണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് വൈഡനിങ് ജോയിന്റിന് ഈ മൂന്നും ബട്ട് ജോയിന്റ് ആയാലും റിബേറ്റഡ് ജോയിന്റ് ആയാലും ഡൗട്ട് ടൈൽഡ് ജോയിന്റ് ആയാലും എല്ലാവരും coming under widening joint തന്നെയാണ്. Next question, the joint used for connecting horizontal members into an inclined member is known as. ഹോറിസോണ്ടൽ മെമ്പറിനെ ഇൻക്ലൈൻഡ് മെമ്പറായിട്ട് കണക്ട് ചെയ്യുന്ന ജോയിന്റ് ആണ് ഒബ്ലിക് ടെനന്റ് ജോയിന്റ്. അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ ഏകദേശം കിട്ടും അല്ലെ. ഒബ്ലിക് ടെനന്റ് ജോയിന്റ്സ് ആണ് ഈ ടൈപ്പ്, അതായത് ഹോറിസോണ്ടൽ മെമ്പറിനെ ഇൻക്ലൈൻഡ് മെമ്പറായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ വൈഡനിങ് ജോയിന്റ്. ഇറ്റ്സ് എ ഒബ്ലിക് ഷോൾഡർ ജോയിന്റിൽ വരുന്നതാണ് ഒബ്ലിക് ടെനന്റ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജോയിന്റ് ബൈ കട്ടിംഗ് ത്രൂ ദി ഡെപ്ത് ഓഫ് ഈച്ച് മെമ്പർ മീറ്റിംഗ് അറ്റ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളിൽ നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ജോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ദി ഓപ്ഷൻ എ ഹാവൽഡ് ജോയിന്റ് ആണെന്ന് അല്ലെ. ഹാവൽഡ് ജോയിന്റിലാണ് നമുക്ക് റൈറ്റ് ആംഗിൾ ഫോമിൽ കിട്ടുന്നത്. ഇനി കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഒരു ടെക്നിക്കൽ ടേംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഈ ഒരു ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാർപ്പൻട്രി എന്നുള്ള ഭാഗത്ത് നിന്ന്. സോയിങ്, ഫസ്റ്റ് ഓഫ് ഓൾ സോയിങ് എന്ന് പറയുന്നത് കട്ട് ചെയ്യുന്നതാണ് അല്ലെ. സോ വെച്ചിട്ട് വുഡ് കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സോയിങ് എന്ന് പറയുന്നത്. ദെൻ ക്യാംഫറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു വുഡൻ പീസിന്റെ അല്ലെങ്കിൽ ഒരു ടിമ്പറിന്റെ എഡ്ജ് കട്ട് ഓഫ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്യാംഫറിംഗ് എന്നുള്ളതിൽ വരുന്നത്. സോ ക്യാംഫറിംഗ് നമുക്ക് ചെയ്യുന്നത് 45 ഡിഗ്രി സ്ലോപ്പിലാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോ ക്യാംഫറിംഗ് അതർ ദാൻ 45 ഡിഗ്രി ചെയ്യുവാണെങ്കിൽ നമ്മൾ ബിവിൽ എന്ന് കോൾ ചെയ്യും. ഓക്കെ, ക്യാംഫറിംഗ് സാധാരണ എഡ്ജസ് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ക്യാംഫറിംഗ്. 45 ഡിഗ്രി അല്ലാതെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബിവിൽ എന്ന് വിളിക്കുന്നു. പിന്നെ പ്ലാനിങ് ഇസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഓഫ് ദി ഷേവിംഗ് ഫ്രം ദ വുഡ്. അതായത് ഒരു പ്ലാനർ എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ഉരച്ചൊരച്ച് നമ്മൾ വുഡിനെ ഷേവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് വുഡ് സർഫസ് സ്മൂത്ത് ആയിട്ട് കിട്ടാനാണ് പ്ലാനിങ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ മിട്രിങ് എന്ന് പറയുന്നത് രണ്ട് വുഡൻ പീസസ്, രണ്ട് വുഡൻ മെമ്പേഴ്സ് ഒരു ആംഗിളിൽ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് മിട്രിങ് എന്നറിയപ്പെടുന്നത്. രണ്ട് വുഡൻ മെമ്പേഴ്സ് ഒരു ആംഗിളിൽ ജോയിൻ ചെയ്യുന്നതാണ് മിട്രിങ്ങിൽ നടക്കുന്നത്. സ്ക്രൈബിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഡെഫിനിഷൻ അതുപോലെ തന്നെ ചോദിക്കുക. ഇഫ് വൺ എൻഡ് ഓഫ് ദി മോൾഡിംഗ് ഈസ് കട്ട് ടു സ്യൂട്ട് ദ പ്രൊഫൈൽ ഓഫ് അനദർ മോൾഡിംഗ് ഇറ്റ് ഈസ് നോൺ ആസ് സ്ക്രൈബിംഗ്. ഒരു വൺ എൻഡ് ഓഫ് ദി മോൾഡിംഗ് ഈസ് കട്ട്, ഒരു മോൾഡിന്റെ ഒരു എൻഡ് കട്ട് ചെയ്യുന്നു, അത് മറ്റൊരു മോൾഡിങ്ങിന്റെ ആ ഒരു പ്രൊഫൈലായിട്ട് ജോയിൻ ചെയ്യാനായിട്ട്. ദാറ്റ് പ്രോസസ് ഈസ് സ്ക്രൈബിംഗ്. ഓക്കെ, പിന്നെ അടുത്ത മോൾഡിംഗ് എന്നുള്ള ടേം ഉണ്ട്. ഇത് മോൾഡിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഷേപ്പിംഗ് വേരിയസ് യൂണിറ്റ്സ് ഓഫ് കൺസ്ട്രക്ഷൻ എയ്തർ ബൈ ഹാൻഡ് ഓർ മെഷീൻ. ഓക്കെ, ഹാൻഡ് അല്ലെങ്കിൽ മെഷീനോ വെച്ചിട്ട് വേരിയസ് യൂണിറ്റ്സ്, ടിമ്പറിന്റെ വേരിയസ് യൂണിറ്റ്സ് നമ്മൾ ഷേപ്പിംഗ് ചെയ്യുന്ന പ്രോസസ്സാണ് മോൾഡിങ്ങിൽ നടക്കുന്നത്. ഇനി റിബേറ്റിംഗ് എന്ന് പറയുന്നത് it is a process of cutting a rectangular groove on the edge of the timber piece so as to enable the edge or tongue of another timber piece to fit into the former. Okay, rebating എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു റെക്ടാംഗുലർ ഗ്രൂവ്, ഒരു പോട്ടി ഉണ്ടാക്കുക റെക്ടാംഗുലർ. അപ്പം വേറൊരു ടിമ്പർ പീസ് ആ ഒരു റെക്ടാംഗിൾ ആ ഒരു ഹോളിൽ ഫിക്സ് ആക്കാനായിട്ട് നമുക്ക് പറ്റും. ആ ഒരു പ്രോസസ്സാണ് റിബേറ്റിംഗ് എന്നുള്ളത്. അങ്ങനെ ഒരു ജോയിന്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് റിബേറ്റിംഗ്. ദെൻ ഹൗസിംഗ് എന്ന് പറഞ്ഞാലും ഈ ഒരു റിബേറ്റിംഗ് ഹൗസിംഗ് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ടൈമാണ്, ശ്രദ്ധിക്കുക. സിങ്കിങ് എന്നുള്ളതാണ് അതിലത്തെ ഒരു കീവേഡ് എന്ന് തന്നെ പറയാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സിങ്കിങ് ഓഫ് എഡ്ജ് ഓഫ് വൺ പീസ് ഓഫ് ടിമ്പർ ഇൻ ടു അനദർ ബൈ കട്ടിംഗ് ഗ്രൂവ്സ് അക്രോസ് ഇറ്റ്. ഗ്രെയിൻ അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുകയാണ് നമ്മളൊരു ഗ്രൂവ്. അതിൽ മറ്റൊരു പീസ് സിങ്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഹൗസിംഗ് എന്ന് പറയുന്നത്. ഗ്രൂവ് ആൻഡ് ഗ്രൂവിംഗ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ ഒരു റിസസ് ഒരു ഡിപ്രഷൻ അല്ലെ റിസസ് ടിമ്പറിൽ ഫോം ചെയ്യുന്നതാണ് ഗ്രൂവിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഗ്രൂവ് പാരലൽ ടു ഗ്രെയിൻ ആണെങ്കിൽ പ്ലഫ് ഗ്രൂവിംഗ് എന്നും അക്രോസ് ദി ഗ്രെയിൻ ആണെങ്കിൽ ക്രോസ് ഗ്രൂവിംഗ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, പാരലൽ ആണെങ്കിൽ പ്ലഫ് ഗ്രൂവിംഗ് എന്നും പി എന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാം. പിന്നെ അക്രോസ് ആണെങ്കിൽ ക്രോസ് ഗ്രൂവിംഗ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഈ ബേസിക് ഗ്രൂവിംഗ് എന്താണ്, അതുപോലെ ഹൗസിംഗ് എന്താണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോസിംഗ് ഈസ് ദി എഡ്ജ് ഓഫ് പോർഷൻ ഓവർഹാങ്ങിങ് എ വെർട്ടിക്കൽ സർഫസ്. ഓക്കെ, എഡ്ജ് ഓഫ് പോർഷൻ ഓവർഹാങ്ങിങ് എ വെർട്ടിക്കൽ സർഫസിൽ നിന്ന് ഓവർഹാങ് ചെയ്തിരിക്കുന്ന എഡ്ജ് പോർഷൻ ആണ് നോസിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ, നമ്മുടെ സ്റ്റെയർ കേസിലൊക്കെ ഉണ്ടല്ലോ, അതും ഒരു ഓവർ ഹാങ്, ആ സ്റ്റെയറിൽ നിന്ന് ആ ഒരു കർവ്ഡ് ആയിട്ട് തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ ആണല്ലോ നോസിങ്. ആ ഒരു രീതിയിൽ നമുക്ക് ആലോചിക്കാം. സ്റ്റഡിങ് എന്ന് പറയുന്നത് ഫിക്സിംഗ് സ്മോൾ ടിമ്പർ ബാറ്റൻസ് ടു ടിമ്പർ വാൾസ് ടു വിച്ച് ലാബ്സ് ആൻഡ് ബോർഡ്സ് ആർ ടു ബി നെയിൽഡ്. പിന്നെ വെനിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കവറിംഗ് എൻറ്റയർ ഓൾ പാർട്ട് ഓഫ് എക്സ്പോസ് സർഫസ് ടിമ്പർ ബൈ മീൻസ് ഓഫ് വെനീഴ്സ് ഫോർ ഡെക്കറേറ്റീവ് പർപ്പസ്. വെനീഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്മോൾ, അതായത് വളരെ സ്ലൈസസ് ഓഫ് ടിമ്പർ പീസസ് ആണ് ഈ വെനീഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അതിന്റെ പ്രോസസ് ഓഫ് കവറിംഗ് എൻറ്റയർ പാർട്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് അത് വെനീർ വെച്ച് കവർ ചെയ്യുന്നതാണ് വെനിയറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇനി ബീഡ് എന്ന് പറയുന്ന ഒരു റൗണ്ടഡ് അല്ലെങ്കിൽ സെമി സർക്കുലർ മോൾഡിങ് എഡ്ജ് സർഫസിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ബീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റൗണ്ടഡ് ഓർ സെമി സർക്കുലർ മോൾഡിങ് പ്രൊവൈഡഡ് ഓൺ ദി എഡ്ജ് ഓർ ദി സർഫസ് ഓഫ് ദി വുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ടേംസ് ഇതിൽ വരുന്നത്. സോ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ഇയർ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സോ first of all, what is we call a semicircular projection which is formed on the edges of the surface of wood is called semicircular projection. അല്ലെ സർക്കുലർ പ്രൊജക്ഷൻ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഈ ഓപ്ഷൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ഗ്രൂവ്, റിബേറ്റിംഗ്, ബീഡ്, നോസിങ്. ഇതിലേതാണ്? സോ ബീഡ് ആണ് ആൻസർ. ഓക്കെ, ബീഡ് ഇസ് ദി ആൻസർ. ഇപ്പൊ തന്നെ കണ്ട ടൈം ആണല്ലോ ഈ ഒരു ടൈം. റൗണ്ടഡ് ഓർ സെമി സർക്കുലർ മോൾഡിംഗ് പ്രൊവൈഡഡ് ഓൺ ദി എഡ്ജ് ഓഫ് സർഫസ് ഓഫ് വുഡ്. ദെൻ നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് സിങ്കിങ് edge of one piece of timber into another is called, ആ ഒരു പ്രോസസ്സാണ് ഹൗസിംഗ് എന്ന് പറയുന്നത്. സോ അത് നോട്ട് ചെയ്യുക. ഇതൊക്കെ നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ദ വൺ എൻഡ് ഓഫ് ദി മോൾഡിംഗ് കട്ട് ഇൻ ടു സ്യൂട്ട് ദ പ്രൊഫൈൽ ഓഫ് അനദർ മോൾഡിംഗ്, ദാറ്റ് പ്രോസസ് ഇറ്റ് ഈസ് സ്ക്രൈബിംഗ്. ഓക്കെ, the process of covering of the entire or part of the exposed surface of the timber by means of veneers by decorative purpose is known as. സിമ്പിൾ ആയിട്ട് നമുക്ക് വെനീസ് എന്നുള്ള ഒരു കീവേഡിൽ തന്നെ വെനിയറിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് എത്താൻ സാധിക്കും. The term used to indicate the recess formed on the timber. റിസസ് ഫോം ചെയ്യുന്നു ടിമ്പറിൽ. ആ ഒരു ഇതാണ് ഒരു പ്രോസസ്സാണ് ഗ്രൂവിംഗ് എന്നുള്ളത്. The process of joining two pieces of timber at an angle, ഒരു ആംഗിളിൽ രണ്ട് പീസസ് ജോയിൻ ചെയ്യുന്നതാണ് മിട്രിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. Which type of joint is used when timber is subjected to both tension as well as compression? Tension as well as compression ഫോം ചെയ്യുന്ന ജോയിന്റ്. ഇത് ടേബിൾ ജോയിന്റ് ആണ്. ഓക്കെ, ഇത് ടേബിൾ ജോയിന്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ടൈപ്പ് ഓഫ് ജോയിന്റ് വരുന്നതാണ്. ലെങ്തനിങ് ജോയിന്റിന്റെ ഒരു ടൈപ്പ് ആണ് ഈ ടേബിൾ ജോയിന്റ് എന്ന് പറയുന്നത്. ടേബിൾ ജോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മെമ്പർ ബോത്ത് ടെൻഷൻ ആൻഡ് കംപ്രഷനിൽ സബ്ജക്ട് ചെയ്യുമ്പോഴാണ് ടേബിൾ ജോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു കാർപ്പൻറ്ററിംഗ് ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്. So thank you for watching this video. If you like the video, like, share and subscribe my channel. Thank you.